ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഹൈലൈറ്റ് മാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ കാഴ്ചയൊക്കെ കാണിച്ചു തരാം. ഇത് ഹൈലൈറ്റ് മാളിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ്. മേലക്കൂടെ ദേശീയപാത പോകുന്നുണ്ട്. നാഷണൽ ഹൈവേ ആണ് പോകുന്നത്. നാഷണൽ ഹൈവേ ബൈപ്പാസാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ കാരണം ഒരു നല്ല ബ്ലോക്ക് ഒഴിവായിട്ടുണ്ട്. മേലക്കൂടെ നേരെ പോകുന്ന വാഹനങ്ങളൊക്കെ നേരെ പോവും, മേലക്കൂടെ പോവും. പിന്നെ ഹൈലൈറ്റ് മാളിലൊക്കെ വരുന്ന വാഹനങ്ങൾ ഇതിലേ വരും, പിന്നെ അതിലേ പോവും. ഇനി നമുക്ക് ഹൈലൈറ്റ് മാളിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാള്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് ഹൈലൈറ്റ് മാളും പിന്നെ അപ്പുറത്തെ സൈഡിലുള്ളത് ഹൈലൈറ്റ് ബിസിനസ് പാർക്കുമാണ്. പിന്നെ അതിൻ്റെ മേലെ കുറേ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. 1, 2, 3 നിലയായിട്ട് കുറേ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബിസിനസ് പാർക്കിലേക്ക് ലാസ്റ്റ് പോവാം. ഫസ്റ്റ് ഹൈലൈറ്റ് മാളിൽ കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്. ഫസ്റ്റ് നമുക്ക് വാഹനങ്ങളുടെ അങ്ങോട്ട് പോവാം. ആൾക്കാർ കയറുമ്പോൾ ഇതിലാണ് എൻട്രൻസ് ഉണ്ടാവുക. നമുക്ക് വാഹനങ്ങളിൽ അങ്ങോട്ട് പോയേക്കൊന്ന്. ഇതാണ് എൻട്രൻസ്, ആൾക്കാർ കയറുന്ന എൻട്രൻസ്. നടന്ന് വരികയാണെങ്കിലൊക്കെ ഇതിലാണ് പോവുക. ഇതിപ്പോൾ കാറിൻ്റെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ഭയങ്കര തിരക്കാണെന്ന്. നമുക്കതാണ് ഇപ്പോൾ പാർക്കിംഗ് അവിടെ പോവുകയാണ്. ഇതാണ് ഇന്നത്തെ തിരക്ക്. ബൈക്കുകളൊന്നും സ്ഥലമില്ല, പുറത്താണ് പാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബൈക്ക് പാർക്കിൻ്റെ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. ഇതാണ് മാളിൻ്റെ അവസ്ഥ. ഫുൾ ബൈക്ക് പാർക്കിംഗ് നോക്ക്, ഫുൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് പാർക്കിംഗ് കണ്ട് ഇനി നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണിത്. ഇവിടെ മൈജീൻ്റെ ഷോറൂം വന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ അങ്ങനെ പറയുകയാണെങ്കിൽ ഫുള്ള് കടകൾ തന്നെയുള്ളൂ. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായാലും എവിടെയെങ്കിലും ഫുൾ കടകൾ തന്നെയുള്ളൂ. ഇവിടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ലാസ്റ്റ് പോവാം. ആദ്യം ഫ്ലോറിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലൊക്കെ പോവുകയാണ്. സെക്കൻഡ് ഫ്ലോറിൽ ഹഗ് എ മഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട് ഇവിടെ. ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടൈം സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്.
ഇനി നമ്മുടെ 3rd ഫ്ലോറിൽ ഭക്ഷണത്തിൻ്റെതാണ്. ഭക്ഷണത്തിന് അങ്ങോട്ട് പോയേക്കാം. ഇത് ഭക്ഷണത്തിൻ്റെ സ്ഥലമാണ്. നമ്മളിനിയിപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇത് കാണുന്നത് നമ്മുടെ സ്നോ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ ഇതാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മുടെ സ്നോ ഫാൻറ്റസിയുടെ ഉള്ളിലേക്കുള്ള വഴിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വേണേൽ അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഷൂ ഒക്കെ ധരിച്ചിട്ടാണ് കയറേണ്ടത്. പിന്നെ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ് ഉള്ളിൽ. -10 ഡിഗ്രി തണുപ്പാണ് അതിനുള്ളിലുണ്ടാവുക. നമ്മളിപ്പോൾ കാറിൻ്റെ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ ലിഫ്റ്റ്, ട്രാവലേറ്റർ, എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക്
നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ പോപ്കോണിൻ്റെ ഇത് കാണാം. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് തിരക്കുള്ളത് കേട്ടോ. ഇവിടെ പുതിയ TV, പിന്നെ മൊബൈൽ ഫോണ്, ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ, എല്ലാ ഗ്രോസറി ഐറ്റംസും ഉണ്ട്. നമ്മളപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞു. ഇത് മസാജിൻ്റെ ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. നമ്മളിപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മാളിലേക്ക് വരുന്നതല്ല, നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകളാണ് പറയാം ഭയങ്കര തിരക്ക്. മാളിലൊരു തിരക്കും ഇല്ല. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ കുറേ ഓഫറുകളൊക്കെ ഉണ്ട്, അതിന് വേണ്ടി വരുന്നതാണ് ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ രാത്രി ആയിരിക്കുന്ന സമയം, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ബിസിനസ് പാർക്കിലൊക്കെ ഒന്ന് പോയോക്കാം. അങ്ങോട്ട് കയറ്റുമെന്ന് അറിയില്ല, പോയോക്കാം. കണ്ടോ, ഈ ആളുകളൊക്കെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് പോവുകയാണ്. നമ്മൾ വണ്ടി എടുക്കാൻ നന്നായി, വണ്ടി പുറത്താണ് പാർക്ക് ചെയ്തത്. ഹൈലൈറ്റ് മാളിൻ്റെ ബിസിനസ് പാർക്കിലൊക്കെ ഇപ്പോൾ പോവുകയാണ്. ആ ബിസിനസ് പാർക്കിന് വേണ്ടി തിരക്കാണല്ലോ. അപ്പോൾ നമ്മുടെ ബിസിനസ് പാർക്കിലൊക്കെ പോവുകയാണ്. റോഡ് ഫുൾ ബ്ലോക്കായി. ഹൈലൈറ്റ് മാളിൽ അങ്ങോട്ടുള്ള റോഡ് ഫുൾ ബ്ലോക്കായി. ഇപ്പോൾ നമ്മൾ മേലേക്ക് പോവുകയാണ്. താഴത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. മേലക്കൂടെ പോകുന്നത് നാഷണൽ ഹൈവേ ബൈപ്പാസാണ്. സ്ട്രെയിറ്റ് തൃശ്ശൂരാണ്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് കോഴിക്കോട്, മലാപ്പറമ്പ്, കണ്ണൂർ, മഹാരാഷ്ട്ര ഹൈവേ, ഇങ്ങോട്ട് തൃശ്ശൂർ ഹൈവേ. അവിടെ ലൈറ്റ് ഇട്ടത് കാണുന്നില്ലേ, ഇത് കാണുന്നത് സൈബർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. നമുക്ക് മേലേക്ക് പോയേക്കാം.
മേലെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഹേ മഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഫി ഷോപ്പ് 24 ഹവേഴ്സും ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബിസിനസ് പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. ബിസിനസ് പാർക്കിലേക്ക് വെറുതെ നമ്മൾ അന്വേഷിക്കാൻ വരികയാണ്. വെറുതെ വരികയാണ്. നമുക്ക് വേറെ ഒരു പണിയൊന്നുമില്ല. നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ബ്ലോക്ക് ഉണ്ടോ? ഇതാണ് ഹൈലൈറ്റ് മാളിൻ്റെ ബിസിനസ് പാർക്ക്. ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പാർക്കുണ്ട്, ബിസിനസ്സിന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും വരാം കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും വരാം. ഹോട്ടലുകളൊക്കെ നമ്മളിപ്പോൾ അവിടെ കൂടെ നടന്ന് ഇങ്ങോട്ടെത്തി. ഇങ്ങനെ 8 ഫ്ലോർസ് ഉണ്ട്, 8 നില ഉണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ കാണുന്നത് നമ്മൾ ഫ്ലാറ്റുകളാണ് കാണുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ. ഈ ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞത് ഈ ബാങ്കുകൾ, പിന്നെ ഓരോരോ ഹോട്ടലുകൾ, VIP ഹോട്ടലുകൾ, അങ്ങനത്തെ ഓരോരോ ഇതാണ് ഈ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൻ്റെ ഉള്ളിലുള്ളത്. ഈ ഓരോരോ 5 സ്റ്റാർ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടലുകൾ, അങ്ങനത്തെ ഹോട്ടലുകളും പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്. ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗിക്കാൻ ഉണ്ടെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബിസിനസ് പാർക്കിൻ്റെ സെൻറ്ററിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ ബിസിനസ് പാർക്കാണ്. ഇതാണ് ഹൈലൈറ്റ് മാളിൻ്റെ ബിസിനസ് പാർക്ക്. ഇവിടെ ഓരോരോ വണ്ടികളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഓരോരോ ആഡംബര വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റുകളുണ്ട്. ഓരോ അടിപൊളി കുറേ നിലയുള്ള ഫ്ലാറ്റുകളുണ്ട്. ഈ ഫ്ലാറ്റിൽ 15 നില ഇതുണ്ട് ഈ ഫ്ലാറ്റിൽ. അപ്പോൾ നമുക്ക് ഒരു ഫ്ലോറിൽ എന്ന് പറയുന്നത് കറണ്ട് പോയി. ഒരു ഫ്ലോറിൽ എന്ന് പറയുന്നത് 8 ഫ്ലാറ്റാണ് വരുന്നത്. അങ്ങനെ 15 നില ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ ഒരു ഫ്ലാറ്റിന് വില വരുന്നത് സ്റ്റാർട്ടിങ് 95 ലാക്കാണ് വരുന്നത്. 95 ലാക്ക് ടു 3 crore 3.5 crore അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. കറണ്ട് ഫുള്ള് പോയല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ കുറേ പൈസ ഒക്കെ ചിലവാക്കിയിട്ടാണ് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ മേലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബോംബെ, ബാംഗ്ലൂർ സ്ഥലത്ത് ഒക്കെ പോയിട്ടെങ്കിലാണ് ഫ്ലാറ്റിൽ താമസിച്ചിട്ട് പരിചയമുള്ളൂ. എനിക്ക് പരിചയമുണ്ട്, ബോംബെ, ബാംഗ്ലൂരൊക്കെ പോയിട്ട് ഫ്ലാറ്റിൽ താമസിച്ചിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബിസിനസ്സുകാരികളും കുറേ ആൾക്കാരൊക്കെ വന്ന കാരണം ഇവിടെ ഫ്ലാറ്റുകൾ, കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ പൊന്തി വരുന്നുണ്ട്. പിന്നെ ബിസിനസ് പാർക്കിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിന് മെമ്പർഷിപ്പ് എന്തോ വേണം, എന്നാലാണ് അങ്ങോട്ട് അലൗഡ് ആവുള്ളൂ. പിന്നെ ഈ ഫ്ലാറ്റിനുള്ളിൽ ഓരോരോ റൂംസൊക്കെ ഉണ്ട്. ഓരോരോ ആൾക്കാരൊക്കെ വരുമ്പോൾ വേണ്ടിയിട്ട് പ്രൈവസി ആയിട്ട് താമസിക്കാൻ പറ്റിയ കുറേ റൂംസൊക്കെ ഈ ഫ്ലാറ്റിനുള്ളിൽ വാടകയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് തന്നെ പോവുകയാണെങ്കിപ്പോൾ അപ്പോൾ ബിസിനസ് പാർക്കിൽ കയറി, ഫ്ലാറ്റിൻ്റെ അവിടെ കയറി ഹൈലൈറ്റ് മാളും കണ്ട് നമ്മളിനിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ഓപ്പണായിട്ട് ക്രിക്കറ്റ് കാണാം. അപ്പോൾ നമ്മൾ ബിസിനസ് പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. നമ്മൾ ഫ്ലാറ്റിലും പോയി അന്വേഷിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ കുറേ ഡോക്ടർമാരുണ്ട്. പിന്നെ കുറേ ആക്ടേഴ്സ് ഇതിനുള്ളിലുണ്ട്. ഹൈലൈറ്റ് മാൾ ബിസിനസ് പാർക്കിനുള്ളിൽ ഫ്ലാറ്റിൽ കുറേ ആക്ടേഴ്സ്മാരുണ്ട്. അതാരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ ആക്ടേഴ്സ്മാരുണ്ട്. ഇപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഏത് പടമെന്ന് പറയുന്നില്ല. ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്.
അപ്പോൾ ആക്ടേഴ്സുമാരുണ്ട് ഇവിടെ, കുറേ ആക്ടേഴ്സുമാരുണ്ട്, ആക്ട്രസുകളുണ്ട് ഇവിടെ. നമ്മളെ ഈ ഹൈലൈറ്റ് മാൾ ഫ്ലാറ്റിലുണ്ട്. ആരൊക്കെയെന്ന് പറയുന്നില്ല, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ പിന്നെ അവർ വാടകയ്ക്ക് എടുത്താണ് ഇവിടെ ഫ്ലാറ്റ്, ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്താണ്. പിന്നെ ഇവിടെ ഡോക്ടേഴ്സുമാരുണ്ട്, വക്കീലുമാരുണ്ട്, പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. 3 നിലയായിട്ടാണ്, 3 പാർട്ടായിട്ടാണ് ഫ്ലാറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ 1, 2, 3 ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നിൽ തന്നെ 15 നില ഫ്ലാറ്റിൽ ഒരൊറ്റ ഫ്ലോറിൽ 8 മുറികളുള്ള ഒരു ഫ്ലാറ്റിന് 95 ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് വരെ, 95 ലക്ഷം മുതൽ 3.5 കോടി വരെ ഉള്ള ഫ്ലാറ്റുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ്. ഇപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗോകുലം മാൾ, ഹൈലൈറ്റ് മാൾ, ട്രിവാൻഡ്രം ലുലു മാൾ, പിന്നെ എറണാകുളം ലുലു മാളൊക്കെ നമ്മൾ പോയി കണ്ട് കവർ ചെയ്ത്. ഇനിയിപ്പോൾ കോട്ടയം ലുലു മാൾ പോകാണ്ട്. കോട്ടയം ഒരു പുതിയ ലുലു മാൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെ പോകണം, എപ്പോഴെങ്കിലും പോകണമെന്ന്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് മാളിൻ്റെ വീഡിയോയും പിന്നെ ബിസിനസ് പാർക്കിൻ്റെ വീഡിയോയും ഫ്ലാറ്റിൻ്റെ വീഡിയോയും അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഫ്ലാറ്റിലൊക്കെ എൻട്രി ചെയ്യണമെങ്കിൽ ഉള്ളിൽ ആരെയും വേണം. അങ്ങനെ വേറെ ആൾക്കാർ തന്നെ അങ്ങനെ അവർ താമസിക്കുന്ന സ്ഥലമല്ല, അപ്പോൾ അവിടെ അവർക്കൊരു പ്രൈവസി ഉണ്ട്. അപ്പോൾ അവരങ്ങനെ ഉള്ളിലേക്ക് കയറ്റില്ല. അങ്ങനെ ഒരു അറിയുന്ന ആളുണ്ടായിരുന്നു ഇവിടെ. ആ അറിയുന്ന ആൾ ഇവിടെ സ്ഥലം വിറ്റ് പോയി. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അവർ ഇവിടുന്ന് പോയി. അപ്പോൾ അറിയുന്നാലും വേണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. ഓക്കെ. നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ കൊച്ചിയായി മാറി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി വരുന്നുണ്ട് നമ്മുടെ കോഴിക്കോട്.